ചാനലായതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അവരെ നോക്കാൻ പറ്റില്ല. എന്തൊക്കെയെന്ന് ഇനി പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കിനി അവരെ നോക്കാൻ പറ്റില്ല. അമ്മയെ ഉപേക്ഷിച്ച് കടന്നു കളയായിരുന്നോ? അമ്മേനെ ഉപേക്ഷിച്ചിട്ട് കടഞ്ഞു കളഞ്ഞതല്ല. ഈ അമ്മയെന്ന് പറയുന്ന വ്യക്തി 26 വർഷത്തിന് ശേഷം ഇവർക്ക് വയ്യാതായതിനു ശേഷമാണ് ഞാൻ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവരെ തന്നെ ഇഷ്ടമാണ്. ഇവരെ സ്വന്തം സ്ഥലം മൈസൂരാണ്. അപ്പൊ ഞാൻ മൂന്നാറാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്നെ വിളിച്ചു വരുത്തി ഞാൻ പോയി നോക്കി. ഇവരെ ഒരു കുടുംബക്കാരെ വീട്ടിൽ എന്നെ എന്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ 10,000 രൂപയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്ത് മാസം 5,000 രൂപ അഡ്വാൻസും കൊടുത്തോണ്ടിരുന്നപ്പോ അവിടെ ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ മോനും എല്ലാവരുമായിട്ടാണ് ഇവരെ പോയി വിളിച്ചിട്ട് വരുന്നത്. വിളിച്ചിട്ട് വന്ന് അങ്ങനെ കൊണ്ടാക്കി. അവിടെ ഒരു 2 മാസം നിന്ന് അവിടെ ഭയങ്കര അടിയും പ്രശ്നമാക്കി, പോലീസ് കേസാക്കി. അമ്മ എന്ന് പറയുന്നത് നമുക്കൊരു ജനിപ്പിച്ച് 10 മാസം 10 മാസം നമ്മളെ ഗർഭപാത്രത്തിൽ ചുവന്ന പ്രസവിച്ച സ്ത്രീ എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ടെങ്കിലും, പക്ഷെ അമ്മയ്ക്ക് വേറൊരു തലം രീതികളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ TP മാധവൻ ഇതേപോലെ അദ്ദേഹം വൃദ്ധസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പ്രശസ്തനായ സംവിധായകനൊക്കെയാണ്. ഹിന്ദി സംവിധായകനൊക്കെയായതാണ്. എന്നിട്ട് പോലും അദ്ദേഹം മരണപ്പെട്ടത് വൃദ്ധസ്ഥാനത്തിൽ വെച്ചാണ്. അപ്പം എല്ലാ പ്രായവരൊക്കെ കൊണ്ട് തള്ളുന്ന സ്ഥലമല്ല വൃദ്ധസദനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വൃദ്ധസ്ഥാനത്തിൽ തള്ളിയവരെല്ലാവരും മാതാപിതാക്കളൊക്കെ മക്കളുടെ അവഗണനയേറ്റ് വന്ന ഒന്നല്ല. ചിലത് മാതാപിതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഒന്നാണ്. ഇപ്പം അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഇവരെ ആയതിനു ശേഷമാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് മോള് പറയുന്നത്. ഇപ്പോൾ വന്നിരുന്നാൽ പോലും ഒരു നമ്മുടെ വീട്ടിലൊരു പട്ടിയോട് കാണിക്കുന്ന ഒരു കരുണയുണ്ട്. വെള്ളം കൊടുക്കില്ലേ, അതുപോലും കാണിച്ചില്ല എന്നുള്ളത് അത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഈ കാണിച്ചത് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകേണ്ട അത്ര രീതിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ TP മാധവൻ സ്വന്തം മക്കളെ ഒന്നും നോക്കാനുള്ള സമയമില്ല. അദ്ദേഹം അർമാദിച്ച് സിനിമ ഉള്ള രീതിയിൽ അർമാദിച്ച് നടന്നു. നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ മക്കളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം സുഖമായിട്ട് കഴിയുമായിരുന്നു. അതേ രീതി തന്നെയാണ് ഇവർക്കും. എല്ലാവരും വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടങ്ങി ഒതുങ്ങി നമ്മുടെ രീതിയിൽ നോക്കി ജീവിക്കണം. അത് പലയിടത്തും പാലിക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്താണ്. പിന്നെ എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നാൽ പോലും ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ മാതാപിതാക്കളിൽ നിന്നായാലും ശരി, മക്കളിൽ നിന്നായാലും ശരി, ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്.